ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ജീര കോഴിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി, ഒരു 10-25 അല്ലി ചെറിയ ഉള്ളി, കുറച്ച് ജീരകം. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് ക്രഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ക്രഷ് ഞാൻ പച്ചമുളക് നുറുക്കിയിടാമെന്നാണ് വിചാരിച്ചത്. അതൊന്ന് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ കുക്ക് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി പാകപ്പെടുത്താം. ഞാൻ പച്ചമുളക് നുറുക്കിയാണ് ഇട്ടത്. അത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇടണ കൂടെ ഇടാം. അത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു കോഴിക്കുള്ളതാണ്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ അത് അതിൻ്റെ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കുക. കുറച്ച് തക്കാളി, 2 തക്കാളി മുറിച്ചിട്ടിട്ട്, ഒരു തക്കാളി തന്നെ മതി, തക്കാളി കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ചിക്കൻ ഇതിലിട്ടിട്ട് ഇളക്കി കുറച്ച് നേരം ചിക്കനെ കളറൊന്ന് മാറുന്ന വരെ അതിലിട്ട് ഇളക്കി വെച്ച് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിനി ഇട്ടിട്ടില്ലെങ്കിലും മറന്നാലും ഉപ്പ് പാകത്തിന് ആക്കിയിട്ടിട്ടാം. പിന്നെ അത് ഇളക്കി കുറച്ച് നേരം അതിൻ്റെ ചിക്കനൊന്നും കൊണ്ട് വേറൊരു കളറായി വരുന്ന വരെ കുറച്ച് നേരം ഇളക്കുക. പിന്നെ ഉള്ളിയൊക്കെ ക്രഷ് ചെയ്ത അതിൽ ലേശം മിക്സിയിൽ ഒത്തിരി വെള്ളമാക്കിയിട്ട്, അധികം വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ പിന്നെ ഒരു വിസൽ വരെ ഒന്ന് വേവിക്കാനുണ്ട്. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് ഒരു വിസൽ, അതിലധികം വിസലായാൽ അത് കോഴിൻ്റെ മൂപ്പിനനുസരിച്ചും, കോഴി അധികം മൂപ്പില്ലാത്ത കോഴിയാണെങ്കിൽ ഒരു വിസൽ മതി, അല്ലെങ്കിൽ 2-3 അത് തുറന്ന് നോക്കിയാൽ മതി. തുറന്ന് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തത് മതി, അല്ലെങ്കിൽ കോഴി വെന്ത് കലങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഒറ്റ വിസൽ. പിന്നെ നല്ല ഹൈ ഫ്ലെയിമായിട്ട് കത്തിക്കണം. തീ ഹൈ ഫ്ലെയിം വേണം. എന്നാലേ അതിൽ വെള്ളം കൂടുതൽ വന്ന് പിന്നെ വറ്റിക്കുമ്പോഴേക്ക് ചിക്കനൊക്കെ കേടന്നു പോകും. നാടൻ ഭാഷയാണ്, അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ആർക്കായാലും നാടൻ എൻ്റെ ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ചിക്കന് വെള്ളം ഒരു വിസിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വറ്റിച്ചെടുക്കുക. കുറച്ച് നേരം വെച്ചാൽ അത് വറ്റിപ്പോകും. അത് വറ്റി കഴിഞ്ഞാൽ പിന്നെ അവസാനം ലേശം കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് വാങ്ങി വെക്കുക. ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നോന്നറിയില്ല, പെപ്പർ പൗഡർ കുറച്ചിടണം. പെപ്പർ ക്രഷ് ചെയ്തിട്ട് കുറച്ചിടാനുണ്ട്. പറഞ്ഞോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പെപ്പറും പച്ചമുളകുമാണ് എനിക്ക് എരിവിന്. മുളക് പൊടി ഇടണില്ല, വെറും പച്ചമുളകും പെപ്പറുമാണ് ഞാൻ ഇട്ടത്. കാണിച്ചെന്നോ ഇട്ടത് ഇതിൽ കുടുങ്ങിയിട്ടില്ല എന്നുള്ള ഓർമ്മയില്ല. ഇങ്ങനെയാണ് ജീരകോഴി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ടിക്കണ കണ്ടില്ല, അതാണ് ലാസ്റ്റ് പച്ചമുളക് വെളിച്ചെണ്ണയാണ് ഇട്ടിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടും ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലായിട്ട് ചെയ്യണം. എടുത്ത് നിൽക്കണം, കൂടുതൽ വിട്ടു പോകരുത്. കാരണം അതിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോകും. ടേസ്റ്റൊക്കെ കരിഞ്ഞു പോയാൽ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്ന ജീരകോഴിയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.